ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജോ. എല്ലാവർക്കും സുഖമല്ലേ? ക്ലാവര എന്ന കൊച്ചു ഗ്രാമത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിലെ കൊടൈക്കനാലിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ കേരള അതിർത്തിയിൽ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സുന്ദര ഗ്രാമമാണ് ക്ലാവര. ക്ലാവരയിലെ മനോഹരമായ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ക്ലാവര ഗ്രാമം തമിഴ്നാടിൻ്റെ ഭാഗമാണെങ്കിലും ഇവിടെ നിന്ന് കേരളത്തിലേക്ക് വെറും 2 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. കൊടൈക്കനാലിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ക്ലാവരയും സമീപ ഗ്രാമങ്ങളും തീർച്ചയായും വന്ന് കാണണം. ക്യാരറ്റും സ്ട്രോബെറിയും ഉരുളക്കിഴങ്ങുമെല്ലാം വിളഞ്ഞു കിടക്കുന്ന ക്ലാവര ഗ്രാമം കാണാതെ മടങ്ങുകയാണെങ്കിൽ കൊടൈക്കനാൽ യാത്ര പൂർണ്ണമാകില്ല എന്ന് പറഞ്ഞാലും അതിശയമില്ല. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് മന്നവന്നൂർ, പൂണ്ടി, കാവുഞ്ചി, പോളൂർ എന്നീ മനോഹര ഗ്രാമങ്ങൾ പിന്നിട്ടാണ് നമ്മൾ ക്ലാവരയിലേക്ക് എത്തുന്നത്. കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ദിവസവും 3 സർവീസുകൾ TNSTC ക്ലാവരയിലേക്ക് നടത്തുന്നുണ്ട്. പക്ഷെ ബസ്സിൽ നല്ല തിരക്കായിരിക്കും എന്നതിനാൽ തന്നെ ടാക്സിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കൊടൈക്കനാലിൽ നിന്ന് ക്ലാവരയിലേക്കുള്ള പാതയ്ക്കിരുവശവും നിറയെ പൈൻ ഫോറസ്റ്റാണ്. കണ്ണെത്താ ദൂരത്തോളമാണ് ഇരുവശത്തും പൈൻ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. പ്രശസ്തമായ ഷീപ്പ് ഫാം സ്ഥിതി ചെയ്യുന്നത് ക്ലാവരയിലേക്കുള്ള യാത്രാമധ്യയുള്ള മന്നവന്നൂർ ഗ്രാമത്തിലാണ്. ക്ലാവര എന്ന കൊച്ചു ഗ്രാമത്തിൽ ആകെ 5000-ഓളം പേർ മാത്രമാണ് താമസിക്കുന്നത്. പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചാണ് ഈ ഗ്രാമത്തിലുള്ളവരുടെ ജീവിതം. ക്യാരറ്റും സ്ട്രോബെറിയുമെല്ലാം ഹെക്ടർ കണക്കിന് പ്രദേശത്താണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. തട്ട് തട്ടായുള്ള കൃഷിയിടങ്ങൾ കാണാൻ തന്നെ ഒരു രസമാണ്. ഉരുളക്കിഴങ്ങ് വിളവെടുപ്പ് സീസണിലാണ് ഞാൻ ക്ലാവരയിലേക്ക് എത്തിയത്. കോളിഫ്ലവറും ക്യാബേജും അങ്ങിങ്ങായി കൃഷി ചെയ്യുന്നുണ്ട്. നിരവധി ലോറികളിലാണ് ദിവസേന ഇവിടെ നിന്ന് പച്ചക്കറികൾ കൊണ്ടുപോകുന്നത്. പ്രധാനമായും മധുരയിലേക്കും ചെന്നൈയിലേക്കും കേരളത്തിലേക്കുമാണ് ഇവിടെ നിന്ന് പച്ചക്കറികൾ പോകുന്നത്. ജനുവരി മാസത്തിലാണ് ഞാൻ ക്ലാവരയിലെ കാഴ്ചകൾ കാണാനായി എത്തിയത്. നട്ടുച്ചയ്ക്ക് 12 മണിയായപ്പോൾ തന്നെ ഗ്രാമത്തിലെങ്ങും കോടമഞ്ഞ് നിറഞ്ഞ അവസ്ഥയായിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെപ്പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള കോടമഞ്ഞ് ക്ലാവര ഗ്രാമത്തിന് കൂടുതൽ ഭംഗി നൽകുന്ന പോലെ തോന്നി. ഇവിടുത്തെ സ്ട്രോബെറി ഉൾപ്പെടെയുള്ള ഫാമുകളിൽ നിന്ന് നമുക്ക് നേരിട്ട് പച്ചക്കറികൾ വാങ്ങാനുള്ള സൗകര്യം ലഭ്യമാണ്. ക്ലാവരയിൽ നിന്ന് വെറും 12 കിലോമീറ്റർ അകലെയാണ് കേരളത്തിലെ വട്ടവട പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. കൊടും വനത്തിലൂടെ കേരളത്തിലേക്കൊരു മൺ റോഡ് ഉണ്ടെങ്കിലും നിലവിൽ ആ വഴിയുള്ള ഗതാഗതം വനംവകുപ്പ് നിരോധിച്ചിരിക്കുകയാണ്. 4 മണിക്കൂറോളം ക്ലാവര ഗ്രാമത്തിൽ ചെലവഴിച്ച ശേഷം ഞാൻ തിരികെ കൊടൈക്കനാലിലേക്ക് മടങ്ങി. ഈ ഗ്രാമം കണ്ടില്ലായിരുന്നുവെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി അടുത്ത തവണ കൊടൈക്കനാലിലേക്ക് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ക്ലാവര ഗ്രാമത്തിലേക്ക് കൂടി വരണം. പ്രകൃതി സൗന്ദര്യം കൊണ്ടും പച്ചയായ മനുഷ്യജീവിതങ്ങൾ കൊണ്ടും ഈ കൊച്ചു ഗ്രാമം നിങ്ങളെ ശരിക്കും വിസ്മയിപ്പിക്കുന്ന കാര്യം ഉറപ്പാണ്. ആ ഒരു മാജിക്കൽ പവർ ഈ ഗ്രാമത്തിനുണ്ടെന്ന കാര്യം തീർച്ചയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഓൾ.